മേഖലയുള്ള ഒരാളാണ് വോയിസ് സംസാരിക്കുന്നത്. ഞാൻ പിന്നെ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടിയും നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഞാനിങ്ങനെ ഒരു ആഡ് കാണാനിടയായത്. അങ്ങനെ ആഡ് കണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ ആ ആഡുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ ഒരു മജ്‌ലിസ് ഉണ്ട്, ഇങ്ങനെ ഒരു ഉസ്താദുണ്ട്, അങ്ങനെ അവരായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ ഉസ്താദിൻ്റെ അടുത്ത് പോയി ഉസ്താദിനെ കാണുകയും അങ്ങനെ ഉസ്താദ് ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ച് ഉസ്താദ് എനിക്കൊരു സാധനം തന്നു. അപ്പോൾ ആ സാധനം തന്നതോടുകൂടി അൽഹംദുലില്ലാഹ് എൻ്റെ ജീവിതത്തിൽ ചെറുങ്ങനെ ഫസ്റ്റ് അത് തന്നതോടുകൂടി തന്നെ എന്താ പിന്നെ എനിക്കത് കുറച്ച് ചെറുങ്ങനെ മാറ്റം എൻ്റെ ജീവിതത്തിൽ കണ്ടു തുടങ്ങി. ഒറ്റയടിക്ക് പൂർണ്ണമായിട്ടും മാറിക്കില്ല, എന്നാലും അത് ഘട്ടമായിട്ട് എന്തായി അങ്ങനെ ഓരോ കാര്യത്തിലും എല്ലാ മേഖലയിലും എൻ്റെ ബിസിനസ്സിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, ജീവിതത്തിൽ എല്ലാ മനഃപ്രയാസത്തും എല്ലാ പ്രയാസത്തിനും കുടുങ്ങി കിടക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു കെട്ടിയിട്ട പോലെ ഉണ്ടല്ലോ, കെട്ടിയിട്ട് നമുക്ക് ഒരു രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഓരോ കെട്ടുകൾ ഇങ്ങനെ അഴിഞ്ഞ് വന്ന പോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ഞാൻ നല്ലൊരു ബിസിനസ് നടത്തുന്ന ആളായിരുന്നു, ആ ബിസിനസ് ഒക്കെ പരാജയപ്പെട്ട് ഇപ്പോൾ അൽഹംദുലില്ലാഹ് എല്ലാം മാറ്റം വന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മജ്‌ലിസ് നടക്കുന്ന സമയത്താണ് ഇത് പറയുന്നത്, വെറുതെ ഒരു വാക്ക് പറയുന്നില്ല. ഇപ്പോൾ ഒരു മജ്‌ലിസ് നടക്കുന്ന ആ മഹാമറക്ക് സാക്ഷി ഉണ്ടാവും, അങ്ങനെ വോയിസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാഹ് ഞാനിപ്പം വേറെ ഷോപ്പും കൂടി എടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ആ ഉസ്താദ് തന്ന സാധനത്തിൻ്റെ ഒരു പവറാണ്. അപ്പോൾ ആ ഷോപ്പും കൂടി എനിക്ക് ഇപ്പോൾ ഈ നോമ്പാകുമ്പോഴത്തേക്ക് എനിക്ക് ഇൻഷാ അല്ലാഹ് ഓപ്പൺ ആക്കണം. അതിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഒരു പരിപാടികളിൽ ഇപ്പോൾ ഞാനുള്ളത്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഉസ്താദിൻ്റെ എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. പക്ഷേ ഞാൻ എന്നെ ഈ ഒരു മേഖലയിൽ ഉസ്താദ് അള്ളാഹു തരുന്നെങ്കിലും ഉസ്താദ് ഒരു കാരണം എന്തായി എൻ്റെ ഒരു വിജയത്തിനൊരു കാരണമായി. ഏതായാലും ഉസ്താദിൻ്റെ ഒരു കടപ്പാടുണ്ട്. അള്ളാഹു എന്തായാലും ഉസ്താദിന് ആഫിയത്തോടുള്ള ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ചെറിയൊരു അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നല്ല, ഇതിൽ കൂടുതലൊക്കെ പറയാനുണ്ട്. എന്നാലും ചെറുങ്ങനെ ഒരു അനുഭവം നമ്മൾ പറയണല്ലോ, നമുക്ക് ഉണ്ടായ അനുഭവം, അങ്ങനെ പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് ഉസ്താദ്, സുഖമല്ലേ? പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വെച്ചിട്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷത്തോടെ ഞാൻ ഈ വോയിസ് ഉസ്താദിനെ അയക്കണേ. ഒന്നുമില്ല, ഉസ്താദ് തന്ന സാധനം ഉണ്ടല്ലോ, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മളെ പറമ്പ് വിറ്റ് പോയി, പിന്നെ കല്യാണം കഴിഞ്ഞു. എന്താ ഞാൻ പറയാ, കാര്യങ്ങളൊക്കെ വിചാരിച്ചതിലും ഭംഗിയായിട്ട് ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായിട്ട് എല്ലാം അങ്ങോട്ട് കഴിഞ്ഞു കിട്ടി. എന്തായാലും ഇനിയുള്ളതിൽ നല്ലത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എന്നാൽ അത് വാങ്ങിയതോടുകൂടി അവിടെ നിന്ന് ഉണ്ടായ മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ ഒക്കെ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ഒക്കെ നിങ്ങൾ പറഞ്ഞ മട്ടത്തിൽ തന്നെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നത്, അതിലൊരു പൊടി മാറ്റം വരുത്തിയിട്ടില്ല. എന്തായാലും അത് നിർത്താനും പറ്റട്ടെ, എല്ലാം റാഹത്തായി കിട്ടട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ആ സന്തോഷം ഒന്ന് അറിയിക്കാതെ വെച്ചിട്ടാണ്. എന്നാൽ ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് സുഖാണെന്ന് കരുതുന്നു, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹ് എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല.